സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ടൂത്തിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഗമ്മിന് അതിൽ വലിയൊരു പ്രസക്തി ഇല്ല. നമ്മളെ പല്ലിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഡെന്റിൻ എന്ന് പറയുന്ന ഇനാമലിന് തൊട്ട് താഴെ ഡെന്റിൻ എന്ന് പറയുന്ന ലെയറിൽ കുറെ നാരുകൾ അല്ലെങ്കിൽ കുറെ ട്യൂബ്സ് ആയിട്ടാണ് ഡെന്റിൻ ഉള്ളത്. അപ്പൊ ഇതിനുള്ളിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കുറച്ച് കുറച്ച് ഫ്ലൂയിഡ് ആയിട്ട് ഉണ്ടാവും. ഈ ഫ്ലൂയിഡിന്റെ അളവിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് പുളിപ്പ് അനുഭവപ്പെടുക. ഇത് നമ്മുടെ പൾപ്പിലേക്ക് സെൻസേഷൻസ് കൊടുക്കും. അതായത് ഈ ഫ്ലൂയിഡിൽ വ്യത്യാസം പൾപ്പ് അതിനനുസരിച്ച് പൾപ്പിലുള്ള നെർവ്സ് അത് എടുക്കും. അതിനനുസരിച്ചാണ് നമുക്ക് പുളിപ്പ് അനുഭവപ്പെടുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇനാമൽ ചെറിയ രീതിയിലായിട്ട് തേയ്മാനം ഇനാമലിൽ വന്നു തുടങ്ങി ഡെന്റിൻ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിപ്പ് വരാം. അല്ലെങ്കിൽ കേടുണ്ടാവുമ്പോൾ നമുക്ക് പുളിപ്പ് വരാം. ചില പേഷ്യൻസിന് പൊതുവെ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അതായത് കേടായിട്ടോ ഇനാമലില് നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു തേയ്മാനോ ഒന്നും നമുക്ക് കാണാനുണ്ടാവില്ല. പക്ഷെ എന്നാലും ചിലർക്ക് ഈ ഡെന്റിന്റെ ഒരു സെൻസിറ്റിവിറ്റി ആയിട്ട് ചില പേഷ്യൻസിൽ കാണാറുണ്ട്. അതില് ഗമ്മായിട്ട് വലിയ ബന്ധമില്ല. നമ്മുടെ പല്ലില് നമ്മൾ ആ ഡെന്റിനിലുള്ള ഡെന്റിന്റെ ട്യൂബ്യൂൾസിലെ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി പേഷ്യന്റ് നമുക്ക് പുളിപ്പ് വല്ലാണ്ട് പുളിപ്പ് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര് നമ്മുടെ അടുത്തേക്ക് വരാം. അങ്ങനെയാണ് പ്രസന്റിങ് കംപ്ലൈന്റ് ആയിട്ട് അവർ വരാറുള്ളത്. അവർക്ക് ഭയങ്കരമായിട്ട് പുളിപ്പ് വരും. അത് എന്തെങ്കിലും സാധാരണ കേടിന്റെ പുളിപ്പ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിരിക്കും. അതായത് ചൂട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് കഴിക്കുമ്പോൾ മധുരം കഴിക്കുമ്പോൾ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് തന്നെ അത് ഒരു സ്പെസിഫിക് ആയിട്ട് പറയാം. ഈ സെൻസിറ്റിവിറ്റിന്റെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെയും വരാം. ചൂട്, തണുപ്പ്, മധുരം ഇത് കഴിക്കുമ്പോഴും വരാം. ചിലർക്ക് സാധാ പച്ചവെള്ളം കുടിക്കുമ്പോൾ വരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് പല രീതിയിലായിട്ടാണ് അത് പ്രസന്റ് ചെയ്യാറുള്ളത്. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റിയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പല്ല് ഇനാമലിലെ തേയ്മാനങ്ങൾ. നമ്മളത് ഏതൊരു സാധനവും പോലെ അത് ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതില് മാറ്റങ്ങൾ വരും. അതില് അതിന്റെ തിക്നെസ് കുറഞ്ഞു വരും എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ചുകൂടെ ഏജ്ഡ് ആയി വരുമ്പോൾ നമുക്ക് 6ാമത്തെ വയസ്സ് തൊട്ടിട്ടാണ് നമുക്ക് പുതിയ പല്ലുകൾ വന്നു തുടങ്ങുക. അത് തൊട്ട് നമ്മുടെ ജീവിതാവസാനം വരെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല്ലുകളാണത്. അപ്പോ അത്രയും കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ടയർ വരും. അത് നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് തേയ്മാനങ്ങൾ ഇനാമലിൽ വന്നു തുടങ്ങി ഡെന്റിൻ താഴെയുള്ള ഡെന്റിൻ ലെയർ പുറത്തേക്ക് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് പുളിപ്പായിട്ട് അനുഭവപ്പെടാം. പിന്നെ ഉള്ളത് നമ്മുടെ ബ്രഷിംഗ് ഹാബിറ്റ്സ്. അതായത് നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാനാണ് നമ്മൾ പൊതുവെ പേഷ്യൻസിനോട് നമ്മൾ പറയാറുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രഷിംഗ് രീതി നമ്മുടെ കൊടുക്കുന്ന ബലത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എത്ര ഉറപ്പുണ്ട്, എത്ര ഹാർഡാണ്, അതിലൊന്നുമല്ല നമ്മുടെ ക്ലീനിങ്ങിന്റെ എന്താ പറയാ അതിന്റെ ആ ഒരു ഇതും കിടക്കുന്നത്. നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതിയാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ്. നമ്മൾ എത്ര ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുന്നതല്ല, നമ്മളത് എല്ലാ പല്ലിന്റെ മേലെയും തട്ടുന്ന രീതിയിലായിട്ട് കുറച്ച് മോണയുടെ മേലെ ആയിട്ട് കുറച്ച് പല്ലിന്റെ മേലെ അങ്ങനെ ബ്രിസിൽസ് വെച്ചിട്ട് മേലോട്ടും താഴോട്ടും ബ്രഷ് ചെയ്യുക. അങ്ങനെയാണ് സാധാരണ ബ്രഷ് ചെയ്യുന്നത്. ചിലർക്ക് പക്ഷേ നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ബ്രഷോ അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഇനാമലിന്റെ ഈ തേയ്മാനം, ഈ വെയറിങ് അത് കുറച്ചുകൂടി സ്പീഡപ്പ് ആവും. കുറച്ചും കൂടി നേരത്തെ ആയിട്ട് ഒരു 20s 30s ഒക്കെ ആവുമ്പോഴേക്ക് തന്നെ അത് ഇങ്ങനത്തെ ഈ പുളിപ്പ് പ്രയാസങ്ങൾ വന്നു തുടങ്ങും. അതൊരു റീസൺ ആണ്. പിന്നെ വളരെ സ്റ്റാർട്ടിങ് ഏർലി ആയിട്ടുള്ള കേട് വന്നു തുടങ്ങുന്ന പല്ലുകളിൽ, ദന്തക്ഷയം വന്നു തുടങ്ങുന്ന പല്ലുകളിലും പുളിപ്പായിട്ട് നമ്മൾ കാണാറുണ്ട്. സെൻസിറ്റിവിറ്റിക്ക് അങ്ങനെ പൊതുവെ കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് പറയാനില്ല. അത് പേഷ്യന്റിന്റെ കംഫർട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യം. അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് ഇൻടേക്കും കാര്യങ്ങളും അവർക്ക് പറ്റില്ല. അതാണ് ഒരു പ്രയാസമുള്ളത്. അവർക്ക് എന്ത് കഴിക്കുമ്പോഴും സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ ഒരു പുളിപ്പിന്റെ ഒരു ഇഷ്യൂ പ്രയാസം വരുന്നതുകൊണ്ട് അതൊരു ജീവിതശൈലിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അതാണ് മെയിൻ ആയിട്ട് സെൻസിറ്റിവിറ്റിയുടെ ഒരു ഇഷ്യൂ ഉള്ളത്. കേട് കൊണ്ടുള്ള സെൻസിറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾ ദന്തക്ഷയത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ആ രീതിയിലായിട്ട് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ തേയ്മാനമൊക്കെ ആണ്, പിന്നെ അല്ലെങ്കിൽ ബ്രഷിംഗ് കൊണ്ട് നമുക്ക് വരുന്ന ആ തേയ്മാനം കൊണ്ട് വരുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് പൊതുവേ നമ്മൾ കാണപ്പെടുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ
പല്ലും വേരും കൂടി ചേർന്ന്, അതായത് മോണയുടെ സൈഡിലായിട്ടാണ് നമ്മൾ പൊതുവെ അങ്ങനത്തെ രീതിയിലുള്ള തേയ്മാനങ്ങൾ കാണുന്നത്. പിന്നെ സർവൈക്കൽ എപ്രേഷൻ എന്നാണ് നമ്മൾ പറയാം. അതിന് നമുക്ക് ഫില്ല് ചെയ്തെല്ലാം കൊടുക്കാം. നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഡെന്റിന് എക്സ്പോസ്ഡ് ആയി നിൽക്കുന്ന ഡെന്റിനെ നമ്മൾ അങ്ങ് മറച്ചു കഴിയുമ്പോൾ അതൊരു സമാധാനം വരും. അതിൽ അല്ലാതെ വേറെ രീതിയിൽ ചിലതെന്ന് വെച്ചാൽ ഈ തേയ്മാനം നല്ലോണം ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ പൾപ്പിനെയും കൂടെ ബാധിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ പെയിൻ ആയിട്ടും ഇൻഫെക്ഷൻ ആയിട്ട് തന്നെയും പിന്നെ വരാൻ തുടങ്ങും. ഇതാണ് ഇതിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. സെൻസിറ്റിവിറ്റീനെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പം അത് ദന്തക്ഷയം പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല സെൻസിറ്റിവിറ്റീനെ നമ്മൾ പ്രതിരോധിക്കുക എന്ന് പറയുന്നത്. ചെറിയ ടൂത്തിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. വെച്ചാൽ ചിലർക്ക് ഇനാമൽ കുറച്ചുകൂടി ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഇനാമൽ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് വരും. അങ്ങനെയുള്ളത് നമുക്ക് അങ്ങനെ ഒരു പ്രതിരോധിക്കാൻ കഴിയില്ല, പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ഒന്നും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മള് ബ്രഷിങ് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. അധികം ഭയങ്കര ഈ പൽപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഭയങ്കര റഫ് ആയിട്ടുള്ള സാധനം. അത് നമ്മുടെ പല്ലിന് ആ ഒരു വെയർ ആൻഡ് ടെയർ കൂടുതലാക്കും, അത് സ്പീഡപ്പ് ചെയ്യും. നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ്, ഒരു വൈറ്റ് ടൂത്ത് പേസ്റ്റ് അതേതായാലും കുഴപ്പമില്ല, നല്ലത് അങ്ങനത്തെ നോക്കിയിട്ട് യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇനി വല്ലാണ്ട് പൊളിപ്പോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഡീസെൻസിറ്റൈസിങ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്സ് ഉണ്ട്. നല്ല പുളിപ്പുള്ളവർക്ക് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് ഒക്കെ പറയുന്ന സാധനങ്ങൾ, കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. അതിന് അനുസരിച്ചിട്ട് അതുള്ള ടൂത്ത് പേസ്റ്റ്സ് ആയിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്കത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ, പേഷ്യൻസിന്റെ ലൈഫ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റ്സും നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇനി ടൂത്ത് ബ്രഷിംഗ് കാരണം വന്ന തേയ്മാനം കൊണ്ടൊക്കെയാണ് പുളിപ്പുണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏരിയാസ് ആണെങ്കിൽ നമ്മളത് ഫില്ല് ചെയ്ത് ഡെന്റിനെ നമ്മൾ കവർ ചെയ്ത് വെച്ച് കൊടുക്കും. അങ്ങനെ ആവുമ്പം അവർക്ക് കുറച്ചും കൂടെ അതൊരു കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെൻസിറ്റിവിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത്.